നമ്മളിപ്പോ ഉള്ളത് പാലക്കാടാണ് കേട്ടോ. അപ്പൊ ഇത് ബ്രീഡ് വന്നിട്ട് ഡച്ച് ഷെപ്പേർഡ് ആണ്. വന്നപ്പോ തൊട്ട് ഇവരെ നോക്കി നല്ല കടിയന്മാരാട്ടോ. അപ്പൊ നമുക്ക് ഇവരുടെ ബ്രീഡറെ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം. ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. വളരെ ഇന്റലിജന്റ് ആണ്, അതേപോലെ തന്നെ ട്രെയിനബിളും ആണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും സോഷ്യലൈസേഷനും ഇവർക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ഓണേഴ്സിനും ഫാമിലീസിനും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രീഡാണ് കേട്ടോ ഡച്ച് ഷെപ്പേർഡ്. ഇവരുടെ ഒറിജിൻ വന്നിട്ട് നെതർലാൻഡ് ആണ് വരുന്നത്. വളരെ ലോയലും കോൺഫിഡന്റും ആയിട്ടുള്ള ഒരു ബ്രീഡാണ് കേട്ടോ ഇത്. പപ്പീസ് ഉള്ളത് ഇപ്പൊ പാലക്കാടാണ്. ഫാദറും മദറും വന്നിട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ് വരുന്നത് കേട്ടോ. മെയിലും ഫീമെയിലും ഒക്കെ ഇവരുടെ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു ഓൺ ലിറ്റർ ആണ് ഇത്. പപ്പീസ് വന്നിട്ട് ഏകദേശം 2 മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട്. വാക്സിനേഷനും ഡിവോമിങ്ങും ഒക്കെ അപ് ടു ഡേറ്റ് ആണ്. നന്നായിട്ട് കെയർ ചെയ്യുന്ന പപ്പീസ് ആണ് കേട്ടോ. പേര് ആദർശനാണ്. മംഗൾഡാമാണ് സ്ഥലം വരുന്നത്. ഇവര് ഡച്ച് ഷിപ്പേർഡ് ആണ് ബ്രീഡ് വരുന്നത്. ഞങ്ങളുടെ ഒരു കുറച്ച് നാളത്തെ എഫേർട്ടാണ് ഈ ഒരു ലിറ്റർ. കാരണം ബോത്ത് സൈഡ് ഇമ്പോർട്ടായിട്ട് മെയിലും ഫീമെയിലും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ തന്നെ രണ്ടിനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നെതർലാൻഡിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ബെഡ് ലൈൻസ് ആണ്. അത് ആ ഒരു കോമ്പിനേഷൻസ് അത്രയും ടോപ്പ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലിറ്റർ ഇത്രയും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്ററാണ്. ഞങ്ങളുടെ ഒരു 3-4 വർഷത്തെ എഫേർട്ടാണ് ഈ നിൽക്കുന്ന പിള്ളേർ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഡച്ച് ഷെപ്പേർഡ് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസിന് പേജ് കൊളാബ് ചെയ്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ.